നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേൾക്കുന്ന ഒരു രാഷ്ട്രീയ വർത്തമാനമുണ്ട്. ശശി തരൂർ പാർട്ടി രൂപീകരിച്ചാൽ കേരളത്തിൽ നിന്ന് ആരൊക്കെ തരൂരിൻ്റെ പാർട്ടിയിലുണ്ടാകും? MK രാഘവൻ, PJ കുര്യൻ തുടങ്ങിയവർ തരൂരിൻ്റെ പാർട്ടിയിലുണ്ടാകുമെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ പകുതി തമാശയായിട്ടും പകുതി കാര്യമായും പറയുന്നുണ്ട്. അതോടൊപ്പം മറ്റൊന്നും കൂടി പറയുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ പിന്തുണ ശശി തരൂരിന് ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനയും ലഭിക്കുന്നുണ്ട്. ശശി തരൂർ പുതിയ പാർട്ടി ഉണ്ടാക്കി BJP പിന്തുണയോടെ മത്സരിക്കുകയാണെങ്കിൽ കത്തോലിക്ക സഭ അതിന് പിന്തുണ നൽകുമത്രേ. കാരണം ശശി തരൂരിനെ ഏറ്റവും അധികം ബോധിച്ചിരിക്കുന്നത് കത്തോലിക്ക സഭയ്ക്കാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ പശ്ചാത്തലവും യൂറോപ്യൻ വിദ്യാഭ്യാസവും യൂറോപ്യൻ സംസ്കാരവുമൊക്കെ മറ്റ് നേതാക്കളെ അപേക്ഷിച്ച് സഭയ്ക്ക് ഇടപഴകാനുള്ള കുറേ കൂടെ ഒരു സ്വാതന്ത്ര്യം നൽകുന്നു എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, ക്രൈസ്തവ ബിഷപ്പുമാരുമായും ക്രൈസ്തവ സമൂഹവുമായും നല്ല രഞ്ജിപ്പിൽ പോകാനുള്ള ഒരു അന്താരാഷ്ട്ര ബന്ധവും പരിചയവുമൊക്കെ ശശി തരൂരിനുണ്ട്. അതുകൊണ്ട് ശശി തരൂർ പുതിയ പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ കത്തോലിക്ക സഭയുടെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകും. കാരണം അതിന് ഒരു പ്രത്യേക സൂചന ലഭിച്ചിരുന്നു. മറ്റൊന്നുമല്ല, ശശി തരൂർ ഇംഗ്ലീഷിൽ എഴുതിയ ലേഖനം അടിയന്തരാവസ്ഥയെക്കുറിച്ചും ഇന്ദിരാഗാന്ധിക്കെതിരെയും സഞ്ജയ് ഗാന്ധിക്കെതിരെയുമെല്ലാം ഇംഗ്ലീഷിൽ പ്രൊജക്ട് സിൻഡിക്കേറ്റ് എന്ന ഇംഗ്ലീഷ് ഓൺലൈനിൽ എഴുതിയ ലേഖനം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത് കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയാണ്. സാധാരണഗതിയിൽ ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കും അല്ലെങ്കിൽ കോൺഗ്രസിനുമെതിരെയുള്ള ഇത്തരം ലേഖനങ്ങൾ അത്ര ഇതായിട്ട് ഇവർ പ്രസിദ്ധീകരിക്കാറില്ല. കാരണം ഒന്ന് ചവിട്ടി പിടിക്കാറുണ്ട് ദീപിക പലപ്പോഴും. കാരണം അവരെപ്പോഴും ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മൈൻഡ് വച്ചു പുലർത്തുന്നവരായതുകൊണ്ട്. എന്നാൽ ശശി തരൂർ എഴുതിയ ലേഖനം ഒരു വെട്ടും തിരുത്തുമില്ലാതെ ഇന്ദിരാഗാന്ധിക്കും കോൺഗ്രസിനും സഞ്ജയ് ഗാന്ധിക്കുമെതിരെ ശശി തരൂർ എഴുതിയ ലേഖനം അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിയുടെയും സഞ്ജയ് ഗാന്ധിയുടെയും പങ്കാണ് രാജ്യം കുട്ടിച്ചോറാക്കിയതെന്ന ശശി തരൂരിൻ്റെ നിഗമനം തങ്ങളുടെ ദീപികയുടെ എഡിറ്റ് പേജിൽ കൊടുക്കാൻ കത്തോലിക്ക സഭ തയ്യാറായി. ഡൽഹിയിലെ ദീപിക ദിനപത്രത്തിൻ്റെ ഒരു എഡിറ്ററാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് പറയപ്പെടുന്നതെങ്കിലും കത്തോലിക്ക സഭ ഒരു തീരുമാനമെടുത്ത് ശശി തരൂരിൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം ദീപികയുടെ സഭയുടെ മുഖപത്രമായ ദീപികയുടെ എഡിറ്റ് പേജിൽ പ്രസിദ്ധീകരിച്ചത്. അതൊരു ഇംഗ്ലീഷ് ഓൺലൈനിൽ വന്ന ലേഖനം മലയാളീകരിച്ച് എഡിറ്റ് പേജിൽ പ്രസിദ്ധീകരിക്കുകയായിരുന്നു. കാരണം ശശി തരൂരിനെയാണ് സഭ കേരളത്തിൻ്റെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കാണുന്നത്. കോൺഗ്രസ്സിലെ ഇപ്പോൾ ഒരു നേതാവിനും കത്തോലിക്ക സഭയ്ക്ക് താല്പര്യമില്ല. ക്രൈസ്തവ സഭകൾക്ക് പൊതുവെ താല്പര്യമില്ല. അതിപ്പോൾ VD സതീശനായാലും KC വേണുഗോപാലായാലും രമേശ് ചെന്നിത്തലയായാലും ക്രൈസ്തവ സഭകൾക്ക് അവരെ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ നിവൃത്തികേട് കൊണ്ട് സഹിക്കുന്ന വേറെ മാർഗ്ഗമില്ല. പിണറായി വിജയനായിട്ട് തെറ്റിപ്പോയി CPM ആയിട്ട് ഉടക്കിപ്പോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ കോൺഗ്രസ്സിലേക്ക് നോക്കാനല്ലാതെ വേറൊന്നും അവർക്ക് കഴിയില്ല. പക്ഷേ കോൺഗ്രസ്സിനാണെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്ത മുഖങ്ങളാണെങ്കിലും കടിച്ചു പിടിച്ച് ഈ അച്ഛന്മാരും മതമേലധ്യക്ഷന്മാരും സഹിക്കുകയാണ് ഇവരെയൊക്കെ. എന്നാൽ ശശി തരൂർ മുന്നിലേക്ക് വന്നൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി അതിന് ഇടതുപക്ഷം പിന്തുണ നൽകുകയോ അല്ലെങ്കിൽ BJP പിന്തുണ നൽകുകയോ ചെയ്തു കഴിഞ്ഞാൽ സഭയുടെ പിന്തുണ ശശി തരൂരിനായിരിക്കും. കാരണം ശശി തരൂർ ഒരു സമ്പൂർണ്ണ മതേതരവാദിയാണ്, സമ്പൂർണ്ണ ലിബറലിസ്റ്റാണ്. ഇതാണ് സഭയ്ക്ക് അദ്ദേഹത്തെ പിന്തുണയ്ക്കാനുള്ള പ്രധാന കാരണം. മാത്രമല്ല, ക്രൈസ്തവ സമൂഹം പൊതുവെ ഒരു മിഡിൽ ക്ലാസ് സമൂഹമാണ്. അതുകൊണ്ട് അവരുടെ പിന്തുണയും ശശി തരൂരിന് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും ശശി തരൂർ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കേരളത്തിലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, കത്തോലിക്ക സഭയുടെ പിന്തുണ അദ്ദേഹത്തിന് തന്നെയായിരിക്കും. സഭ ചിലപ്പോൾ ഔദ്യോഗികമായി തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയെന്നും വരാം. ഏതായാലും അത്തരത്തിലുള്ള സൂചനകൾ കത്തോലിക്ക സഭയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ശശി തരൂരിന് അവർ പിന്തുണ കൊടുക്കും, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ ശശി തരൂർ തന്നെയാണെന്ന് സഭ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നീക്കവുമായി ഇറങ്ങുകയാണെങ്കിൽ കത്തോലിക്ക സഭയുടെ പിന്തുണ ശശി തരൂരിന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.